സംബന്ധിച്ചിടത്തോളം ഇപ്പം മറുപക്ഷത്തുള്ള സ്ഥാനാർത്ഥികളല്ല എന്നെ സംബന്ധിച്ച്. ഞാൻ ഒരു 4 ദിവസത്തെ പ്രചരണം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ എതിരാളിയായിട്ട് നിൽക്കുന്നത് പഴയ ഷാഫിയാണ്. എവിടെ പോയാലും തൊട്ട് കാണിക്കാവുന്ന ഈ റോഡിന് കല്ലിട്ടത് ഷാഫിയാണ്, ആ ലൈറ്റ് വെച്ച ഷാഫിയാണ്, ഈ കോളേജിൽ അങ്ങനെ ഇവിടെ ശ്രീകണ്ഠൻ. സത്യം പറഞ്ഞാൽ ഇത്തവണ UDF ജയിക്കരുതെന്ന് BJP ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം UDFനാണ് ജയസാധ്യത എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ. പക്ഷെ ഞങ്ങൾക്കൊരു ഡീലുണ്ട്. ഞങ്ങളുടെ ഡീല് ജനങ്ങളുമായിട്ടാണ്. ആ ഡീല് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ ഡീലുകളെ അവരുടെ പ്രവർത്തകർ തന്നെ തകർക്കും. കാരണം അവർക്കൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത ധാരണകളാണ് അവരുടെ നേതൃത്വത്തിലിരിക്കുന്നവർ ഉണ്ടാക്കുന്നത്. അതതിൻ്റെ താഴെത്തട്ടിലുള്ളവർ അതേപടി ഏറ്റുപിടിക്കാനൊന്നും പോകുന്നില്ല. ജനങ്ങളും അവരുടെ പ്രവർത്തകർക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത ഡീലുകളാണ്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം രമേശ് പിഷാരടി അദ്ദേഹം ഇവിടെ വന്നിറങ്ങിയിട്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ഒരു ഡീല് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. അത് പാലക്കാട്ടെ ജനങ്ങളുമായിട്ടാണ്. ആ ഡീൽ ഇവിടെ വിജയിക്കും. ജനങ്ങളും രമേശ് പിഷാരടിയും UDFും തമ്മിലുള്ള ഡീൽ ഇവിടെ വിജയിക്കും. ഇപ്പം ലാസ്റ്റ് ചോദ്യത്തിന് നിങ്ങൾ പറഞ്ഞ ഉത്തരം, ഒരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകൻ UDF പ്രവർത്തനം നൽകും ഞങ്ങൾക്കൊക്കെ അഭിമാനമാണ്. ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി രാജ്യത്ത് ജാതിയുടെയും മതത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും പേരിലൊക്കെയുള്ള വിഭാഗീയത രാജ്യത്ത് ഭരണകൂടത്തിൻ്റെ തന്നെ തണലിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരായി രാജ്യത്തോട് ഒരുമിക്കാൻ ആവശ്യപ്പെട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റിൽ ഒന്നായിരുന്നു ഭാരത് ജോഡോ യാത്ര. ആ ഭാരത് ജോഡോ യാത്ര രാജ്യത്ത് നടക്കുമ്പോൾ, കേരളത്തിൽ UDF അധികാരത്തിലില്ല, കേന്ദ്രത്തിൽ UDF അധികാരത്തിലില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹം താമസിക്കുന്ന മുനിസിപ്പാലിറ്റി പോലും അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഭരിക്കുന്ന ഒരിടങ്ങളിലും അധികാരത്തിന്റെ ഒരു ചിഹ്നമില്ലാഞ്ഞിട്ടും രാജ്യം ഒരുമിക്കാൻ നടക്കുന്ന പൊളിറ്റിക്കൽ മൂവ്മെന്റിന്റെ ഭാഗമാവൽ എൻ്റെ ഉത്തരവാദിത്തമാണെന്ന് അറിഞ്ഞ് പാർട്ടി പ്രതിസന്ധിയിലുള്ളപ്പോൾ കോൺഗ്രസ് നശിച്ചു പോകരുത്, ആ ആശയത്തോടൊപ്പം നിൽക്കേണ്ടത് ഒരു പൗരൻ എന്നുള്ള നിലക്ക് ഉത്തരവാദിത്തമാണെന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഐഡിയോളജി കാത്തു സൂക്ഷിക്കുന്ന ഒരാൾ ഇവിടെ നടത്തുന്ന രാഷ്ട്രീയ പോരാട്ടമാണെന്ന് പാലക്കാട്ടെ ജനതയ്ക്ക് അറിയാം. അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷന്റെ പേരിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സിന്റെ പേരിൽ കൂടിയാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. അത് ആർജവത്തോടെ പറയുന്ന ഒരാൾ പാലക്കാടിന്റെ ശബ്ദമാവും. പാലക്കാടിന്റെ എല്ലാ സമൂഹങ്ങളെയും ചേർത്ത് പിടിക്കും. ഒരു വിഭാഗീയ അജണ്ടക്കും പാലക്കാട് തങ്ങളുടെ ഇടം വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ഇതിനു മുമ്പ് നമ്മൾ കണ്ടതാണ്. അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു ഡീലിനെയും ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങളുമായിട്ടുള്ള UDFന്റെ ഡീല്, ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ ഡീല്, അതായിരിക്കും ഇവിടെ വിജയിക്കാൻ പോകുന്നത്. ഷാഫി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെല്ലാം ജയിച്ചത് CPM കോൺഗ്രസ് ഡീലിന്റെ ഭാഗമായിട്ടാണ്. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾ ജയിക്കുന്നത് ജനങ്ങളുമായിട്ടുള്ള ഡീലിന്റെ ഭാഗമായിട്ടാണ്. CPM ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ എനിക്കെതിരെ ഉൾപ്പെടെ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം ആരാണ് ജയിക്കേണ്ടത്. അവർക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ധാരണയുണ്ട്. ഇവിടെ മത്സരം ആരൊക്കെ തമ്മിലാണ്, അതിലാരാണ് ജയിക്കേണ്ടത് എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. ജനങ്ങളുമായിട്ടല്ലാതെ വേറൊരു ഡീലും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിൽ മൊത്തത്തിൽ എന്തെങ്കിലും ഡീൽ നടക്കുന്നുണ്ടോ ഈ കോൺഗ്രസ്? മൊത്തത്തിൽ ജനങ്ങളുമായിട്ട് ഞങ്ങൾ ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇത്തവണ അധികാരത്തിൽ വരും. റോഡ് ഷോ പ്രചാരണം പഴയ MLA ഇവിടുത്തെ പാലക്കാട് MLA എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മറുപക്ഷത്തുള്ള സ്ഥാനാർത്ഥികളല്ല എന്നെ സംബന്ധിച്ച്. ഞാൻ ഒരു 4 ദിവസത്തെ പ്രചരണം കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയപ്പോൾ എൻ്റെ എതിരാളിയായിട്ട് നിൽക്കുന്നത് പഴയ ഷാഫിയാണ്. എവിടെ പോയാലും തൊട്ട് കാണിക്കാവുന്ന ഈ റോഡിന് കല്ലിട്ടത് ഷാഫിയാണ്, ആ ലൈറ്റ് വെച്ച ഷാഫിയാണ്, ഈ കോളേജിൽ അങ്ങനെ ഇവിടെ ശ്രീകണ്ഠൻ ഷാഫിയൊക്കെ നടത്തിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അതുപോലെ ആവണം, അതുപോലെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്നോട് പറയുന്നുള്ളൂ. എന്നോട് വേറെ ഒരാളുടെയും പേര് ആരും ചോദിക്കുന്നു. ഒരു കാര്യം ഞങ്ങൾക്ക് രണ്ടാക്കും മനസ്സിലായി. ഉളുപ്പുണ്ടോടാ സഖാക്കളെ എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഉളുപ്പുണ്ടോടാ റസാക്കെ എന്ന് ചോദിക്കുന്നില്ല. കാരണം റസാക്കിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാലും റസാക്ക് നോക്കുമ്പോൾ പണമുണ്ട്, ബിസിനസ് ഉണ്ട്, അത്യാവശ്യം പാലക്കാട്ടുകാർക്കൊക്കെ അറിയാം, അല്ലാതെയും അറിയാം. ഇനി വേണ്ടത് എന്താണ്? അധികാരമാണ്. ഇപ്പം റസാക്ക് നോക്കുമ്പോൾ ഒരു ഏറ് കയ്യിൽ പണം വേണ്ട, ആവശ്യത്തിലധികം പണമുണ്ട്. അപ്പോൾ അതിൽ കുറച്ചങ്ങോട്ട് പോയാലും കുഴപ്പമില്ല, അഥവാ കിട്ടിയാലോ എന്ന് റസാക്ക് ചിന്തിക്കുക. എന്നാൽ റസാക്കിനെ സ്ഥാനാർത്ഥിയാക്കിയവരെന്താ ചിന്തിക്കുന്നത്? അത് അധികാരത്തിലേക്ക് UDF ആണ്. അവരുടെ എണ്ണം കുറക്കണം, മാക്സിമം എണ്ണം കുറക്കണം, എന്നാലേ നമുക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? അവരുമായിട്ട് ഒരിക്കലും ചേരാത്ത ഒരാളെ വിജയിപ്പിക്കണം. തനിക്കെന്തായാലും ഇല്ല, അപ്പോൾ അവർക്കും ഉണ്ടാവരുത്. എന്നിട്ട് മറ്റൊരാളെ വിജയിപ്പിച്ചിട്ട് അയാൾ വെറുതെ അവിടെ ഒരു നോക്കുകുത്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ നോക്കുകുത്തിയെ അവിടെ ഇരുത്തുകയും ചെയ്യാം, തങ്ങൾക്ക് അധികാരത്തിലെത്തുകയും ചെയ്യാം
എന്നാണ് CPM കരുതുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഈ ബെടക്കാക്കി തനിക്കാക്കുക എന്ന് നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, അത് തന്നെ സംഭവം. കാരണം എന്താ, പാലക്കാട്ടെ അങ്ങോട്ട് നശിപ്പിച്ച് നാറാണക്കല്ലടുപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ബെടക്കാക്കണം. ബെടക്കാക്കണമെങ്കിൽ ആര് ജയിക്കണം? BJP വിജയിക്കണം ബെടക്കാകണമെങ്കിൽ. അത് പിന്നെ പാലക്കാട് എന്നല്ല, എവിടെയൊക്കെ BJP വിജയിച്ചോ അവിടെയൊക്കെ ബെടക്കായിട്ടുണ്ട്. അപ്പോൾ ഈ ബെടക്കാക്ക തനിക്കാക്കുക. അപ്പോൾ അങ്ങനെ BJP വിജയിച്ചാൽ ബെടക്കാവും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനെ അതുകൊണ്ട് എന്താ CPM-ന് ഗുണം? CPM-ന് ഗുണം കോൺഗ്രസിൻ്റെ സീറ്റിൻ്റെ എണ്ണം കുറയും. ആ ഡീലാണ് വളരെ കൃത്യമായിട്ട് പാലക്കാട്ടും നടപ്പിലാക്കുന്നത്. ഇത് പാലക്കാട്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല, കോൺഗ്രസ് ഉറപ്പായി വിജയിക്കുമെന്ന് ഉറപ്പിച്ച മണ്ഡലം അപ്പം അങ്ങനെയുണ്ടല്ലോ. CPM-നും ആ ഉറപ്പുണ്ടല്ലോ. മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഇനി തല തിരിച്ചു വെച്ചാൽ പോലും ഒരു രക്ഷയുമില്ല. അങ്ങനെ 100ക്ക് 1000% ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ ഈ പറയുന്ന ഡീലുകൾ. എന്തിനാ ഇപ്പം അവിടെ CPM-ൻ്റെയും BJP-യുടെയും വോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ വിജയിക്കൂല. പക്ഷേ അവിടെ മാക്സിമം UDF-ൽ നിന്നുള്ള വോട്ടുകൾ ഇങ്ങോട്ട് ചോർത്തണം. ആ ചോർത്തലാണ് NMR റസാക്കിനെ സ്ഥാനാർത്ഥിയാക്കുക വഴി CPM ലക്ഷ്യമിടുന്നത്. പക്ഷേ CPM-ന് ലക്ഷ്യമൊക്കെ ഇടാ, പദ്ധതികളൊക്കെ ഇടാ. അതിനപ്പുറം ജനവുമായിട്ട് കേരളത്തിലെ പൊതുസമൂഹവുമായിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡീലുണ്ട്, UDF ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഡീലുണ്ട്. ആ ഡീലിനെ മറികടക്കാൻ ഇവരുടെ ഈ ഡീലിന് കഴിയില്ല എന്നുള്ളതാ. അപ്പോൾ രമേശ് പിഷാരടി പാലക്കാട് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നു. കൂടെ ഷാഫിയുണ്ട്, ഷാഫി പാലക്കാട്ട് എത്തിയിട്ടുണ്ട്, VK ശ്രീകണ്ഠനുണ്ട്. അങ്ങനെ വലിയ ആരവത്തിന് നടുവിൽ തന്നെ രമേശ് പിഷാരടി പാലക്കാട്ടെ സ്ഥാനാർത്ഥിത്വം നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗം ക്ലിയറാക്കി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ ആദ്യമേ അതാണ് ചോദിച്ചത്, ഒളുപ്പുണ്ടോടാ സഖാക്കളെ എന്ന്. മനസ്സിലായില്ലേ? വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണ് പിണറായി വിജയൻ കടന്നു പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. NMR റസാക്കിനെ ആദ്യം CPM ബന്ധപ്പെടുന്നു. ആ ബന്ധപ്പെട്ടിട്ട് ഈ പറയുന്ന CPM-ന് NMR റസാക്ക് വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ പിണറായി വിജയനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിക്കുന്നു. അങ്ങനെയാണ് NMR റസാക്ക് മത്സരിക്കാനുള്ള മത്സരരംഗത്തേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. ഇതിലൂടെ CPM ലക്ഷ്യം വെക്കുന്നത് എന്താ? കാരണം NMR റസാക്ക് പാലക്കാട്ടെ ഒരു പ്രമുഖ എല്ലാവർക്കും നേരിട്ട് പരിചയമുള്ള ഒരു വ്യവസായിയാണ്. ഇതിനപ്പുറം NMR റസാക്ക് ഈ പറയുന്ന മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളാണ്. അപ്പോൾ ഈ പരിചയത്തിനപ്പുറം ഈ മൈനോറിറ്റി കമ്മിറ്റിയിൽ പെടുന്ന ആളെ നിർത്തിയാൽ മൈനോറിറ്റി കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ, മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ ഒന്നടങ്കം സമാഹരിക്കാൻ കഴിയുമെന്നാണ് ഇവർ കരുതുന്നത്. എടോ സഖാക്കളെ, അന്തം കമ്മി അടിമകളെ, നിങ്ങൾ എന്തിനാ ഇത്ര കുരുപൊട്ടുന്നത്? നിങ്ങളെപ്പോലെ തീട്ടം നിന്നവരല്ലടോ പാലക്കാട്ടെ മുസ്ലിങ്ങൾ. അത് പാലക്കാട്ടെ എന്ന് മാത്രമല്ല. അപ്പോൾ നിങ്ങൾ പിണറായി വിജയൻ്റെ തീട്ടം എന്ന് കരുതി പാലക്കാട്ടെ ആളുകളും തീട്ടം നിന്നണമെന്ന് നിങ്ങൾ കരുതരുത്. മനസ്സിലായില്ലേ? ചില ആളുകളെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കാം. അതുകൊണ്ടൊന്നും രമേശ് പിഷാരടിയെ തോൽപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ കരുതേണ്ട. കാരണം പാലക്കാട്ട് പ്രത്യേകിച്ച് ഷാഫിയുടെ ഒരു ഡീലുണ്ട് പാലക്കാട്ടൻ ജനതയുമായിട്ട്. ആ ഡീല് തന്നെയാണ് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് മത്സരിക്കാൻ സ്ഥാനാർത്ഥിയായി ആകാൻ വേണ്ടിയിട്ട് വണ്ടി കയറാൻ നിൽക്കുമ്പോൾ നിങ്ങൾ കണ്ട കാഴ്ചകൾ, കേരളം ഒന്നടങ്കം കണ്ട കാഴ്ചകളാണ്. അപ്പോൾ ആ ഷാഫിയുമായിട്ട് പാലക്കാട്ടൻ ജനത ഉണ്ടാക്കിയിരിക്കുന്ന ഡീല്, ആ ഡീലൊന്നും അങ്ങനെ അവർ തട്ടി മാറ്റില്ല. ആ ഡീല് അങ്ങനെ തന്നെ നിലനിൽക്കും. നിങ്ങൾ എന്താ കരുതിയത്? 18,806 വോട്ടിന് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിൻ്റെ ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിച്ച് കയറിയപ്പോൾ അത് ഷാഫി ഉണ്ടാക്കി കൊടുത്ത വിജയമാണ്. ഷാഫിയുടെ വേർപ്പിൻ്റെ ഫലമാണ്, അധ്വാനത്തിൻ്റെ ഫലമാണ് ആ 18,806 വോട്ട് എന്നുള്ളത്. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി പാലക്കാട്ടൻ ജനതയ്ക്കൊരു വാശി ഉണ്ടായിരുന്നു. എന്താ വാശി? ഷാഫി പോയി എന്ന് മാത്രമല്ല, ഷാഫി മറ്റൊരാളെ കൊണ്ടുവന്ന് നിർത്തി. ആ നിർത്തിയ വ്യക്തി ആ ഷാഫിയോടുള്ള സ്നേഹം കാരണം ആ വ്യക്തിയെ
വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിച്ച് ഷാഫിയോടുള്ള സ്നേഹവും കടപ്പാടും തെളിയിക്കണമെന്നുള്ളതായിരുന്നു പാലക്കാട്ടൻ ജനതയുടെ വാശി. ആ വാശി പുറത്താ 18,806 വോട്ടിലേക്ക് അത് കുതിച്ചുയർന്നത്. അപ്പോൾ രമേശ് പിഷാരടിയും ഇതുപോലെ പാലക്കാട് വിജയിക്കും. ഇനി ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞാലും രമേശ് പിഷാരടിയും ഇതുപോലെ പാലക്കാട് വിജയിക്കും. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് CPM-ഉം RSS-ഉം തമ്മിലുള്ള CJP ഡീലിനെ കുറിച്ചാണ്. വളരെ കൃത്യമായിട്ട് ഈ ഡീല് പാലക്കാട് പ്രത്യേകിച്ചും ആ ഡീലുണ്ട്, പാലക്കാടിന് പുറത്തും ആ ഡീലുണ്ട്. ഇന്നലെ ഇപ്പോൾ VD സതീശനും ഇതേ വാദം ഉന്നയിക്കുന്നത് കണ്ടു. എന്നാൽ NMR റസാഖ് ആകുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥിയാകുമെന്നുള്ള ചർച്ച തുടങ്ങിയപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇതൊരു ഡീലാണ് എന്നുള്ളത്, അല്ലേ? ഇതൊരു ഡീലാണ് എന്നുള്ളത് ഞാൻ അന്ന് പറഞ്ഞു. എന്താ കാര്യം? അത് ഈ പറയുന്ന NMR റസാഖിനെ സ്ഥാനാർത്ഥിയാക്കുവാനുള്ള തീരുമാനത്തിന് പിന്നിലുള്ള അജണ്ടകൾ മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഞാനത് അങ്ങനെ പറയാനുണ്ടായ കാരണം. അപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പെരുന്നാൾ തലേ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ പിഷാരടിക്ക് വേണ്ടി വോട്ട് ചെയ്തു. പെരുന്നാൾ പിറ്റേന്ന്, അതായത് ഇന്ന്, ഷാഫി പറമ്പിലും പാലക്കാടെത്തി ഈ പറയുന്ന പിഷാരടിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ, നാമനിർദ്ദേശ പത്രികയുടെ കൂടെ ഉണ്ടാകാൻ. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പിഷാരടിയുടെ നാമനിർദ്ദേശ പത്രിക കളറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ഷാഫി പാലക്കാട്ടേക്ക് എത്തി. രാഹുൽ ഇറങ്ങുമെന്ന് ഞാൻ പറഞ്ഞു. രാഹുൽ ഇറങ്ങി ജനങ്ങളോട് വോട്ട് ചെയ്തു. അയാളുടെ ദൗത്യം പൂർത്തിയാക്കിയിട്ട് അയാൾ ഇന്നലെ അടൂരിലേക്ക് മടങ്ങുകയും ചെയ്തു, അല്ലേ? അപ്പോൾ ഇവിടെ ഈ ഡീല്, കാരണം പരാജയം വലിയ ഉറപ്പാ. CPM-ന് ഇനി ഏത് തമ്പ്രാൻ വന്ന് മനസ്സിലിച്ചാലും പാലക്കാട് വിജയിക്കില്ല എന്നുള്ളതും CPM-ന് ഉറപ്പാ. മനസ്സിലായില്ലേ? അതല്ലേ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. NMR റസാഖ് എന്ന് പറയുന്ന വ്യക്തി ഈ കഴിഞ്ഞ ദിവസം പൊട്ടിമുളച്ചതാണോ പാലക്കാട്? അല്ലല്ലോ. അയാൾ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് പാലക്കാടുണ്ട്. എന്തേ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ ഈ NMR റസാഖിനെ കണ്ടെത്താൻ ഇവർക്ക് സാധിച്ചില്ല? നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന മറുകണ്ഠം ചാടി വന്ന പിരായിരിയിലെ പ്രാന്തൻ പരിനെയല്ലേ അവർ സ്ഥാനാർത്ഥിയാക്കിയത്, അല്ലേ? അന്ന് NMR റസാഖ് പാലക്കാടുണ്ടല്ലോ, റസാഖിൻ്റെ സ്ഥാപനങ്ങൾ പാലക്കാടുണ്ടല്ലോ, പാലക്കാട് ടൗണിൽ തന്നെ NMR റസാഖിൻ്റെ സ്ഥാപനങ്ങളുണ്ടല്ലോ. എന്നിട്ടൊന്നും CPM അന്ന് റസാഖിനെ കണ്ടില്ലേ? അപ്പോൾ അത് റസാഖ് പാലക്കാടില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇന്നലെ പൊട്ടിമുളച്ചതോ ആയതുകൊണ്ടോ അല്ല. അതൊരു വലിയ കൃത്യമായ അജണ്ടയാ കേരളത്തിൽ ആകമാനം നടക്കുന്ന. ഈ അജണ്ട എന്ന് മുതൽ തുടങ്ങിയെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം സംഘ് പരിവാറിൻ്റെ കയ്യിൽ കൊടുത്ത ആ നിമിഷത്തിന് മുൻപേ തുടങ്ങി. അത് ഡീലായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കം നിങ്ങളുടെ കയ്യിൽ തരും. തിരുവനന്തപുരം കോർപ്പറേഷൻ മാത്രമാണോ? സജി ചെറിയാൻ, മന്ത്രിയായിട്ടുള്ള സജി ചെറിയാൻ്റെ ചെങ്ങന്നൂരിൽ 5 പഞ്ചായത്തുകളാണ് CPM-ന് BJPക്ക് കൊടുത്തത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ ഉണ്ടാക്കിയ ഡീലെന്താ? കോർപ്പറേഷനും ഇങ്ങനെ ഒരുപാട് സഹായങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തരും. അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ നിങ്ങളുടെ വോട്ടുകൾ ഞങ്ങൾക്ക് തരണം, അതുവഴി കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാതെ നോക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അത് വലിയ ഒരു പരിഗണിക്കപ്പെടുന്നതിനപ്പുറം വലിയ ഒരു കാര്യം തന്നെയാണ്. കാരണം കേരളത്തിൻ്റെ ഭരണത്തിലേക്ക് എന്തായാലും BJP എത്തില്ല എന്ന് അവർക്ക് തന്നെ ഉറപ്പാണ്. പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അവരുടെ ഏജൻ്റായിട്ടുള്ള വ്യക്തി മുഖ്യമന്ത്രി കസേരയിൽ വേണം. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ ഇതുപോലെ ചില ഡീലുകൾ നടത്താൻ പറ്റുകയുള്ളൂ എന്ന് BJPക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഡീലുമായിട്ട് ഇവർ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്.